നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചുരിദാർ ധരിച്ചതിന്റെ പേരിൽ നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിലെ പ്രധാന അധ്യാപികയെ സ്കൂളിൽ കയറ്റാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തീരുന്നതിന് മുമ്പ് കൃത്യമായ റിപ്പോർട്ട് ഡിഒക്ക് കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി തന്നെ ആയാലും ഡിഒക്ക് നടപടി എടുക്കുന്നതിൽ അതുകൊണ്ടാണ് വരാതെ. ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാം, അതുകൊണ്ടാണെന്നുള്ള അറിയാമല്ലോ. അതുകൊണ്ട് സാർ ഇപ്പൊ തന്നെ നടപടി എടുക്കണം. അവരിനി പരാതിയായിട്ട് വരുന്നതല്ല, ഇതൊരു മാനുഷിക പരിഗണനയുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള വിഷയമുണ്ട്. അവർ ഈ വൈകുന്നേരം വരെ ജീവനോടുണ്ടോ എന്നുള്ള ആർക്ക് സംശയമുണ്ട്. വേണം ഇനി ഇപ്പൊ പരാതി ഒന്നും അധ്യാപികയുടെ പരാതി ഒന്നും വേണ്ട. നിങ്ങൾ അത് കൃത്യമായി അല്ല, നിങ്ങൾ നേരിട്ട് ഞാൻ പറയാതെ അറിയാലോ. ഹരിയണ്ണൻ ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയാണ്, അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും വേണ്ട നടപടികൾ തീരുമാനം ഉണ്ടാവും. ഈ വൈകുന്നേരം മാനേജ്മെന്റിന് ആരും അധികാരം കൊടുത്തിട്ടില്ല. അപ്പോ 24 മണിക്കൂർ ആ സമയം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നടപടി ഏർപ്പാട് ചെയ്തിരിക്കും. ഡിഒ അടക്കം തുടർന്നു പോയാൽ, ആരെങ്കിലും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഡിഒ അടക്കം മുമ്പോട്ട് പോയാൽ വലിയ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് KSU ഇതിന് പിന്നാലെ തന്നെ വരും. ഇപ്പോൾ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത് കൃത്യമായി ഡിഡിയും ഡിഒ ഇവിടെ ഇല്ല, ഡിഒയുടെ ചാർജുള്ള മാഡം അടക്കം പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ മാനേജർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെ. പെരുവഴിയിൽ ഇരിക്കേണ്ട ഗതികേട് നാടിന് തന്നെ അപമാനമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അവിടുത്തെ HMനെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ മാനേജർ വഴിയിൽ തടഞ്ഞു വെക്കുന്ന സമീപനമാണ് ഉണ്ടായത്. അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതൃത്വത്തിൽ DO ഓഫീസിലേക്ക് വരികയും ഇവിടെ DOയുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അദ്ദേഹത്തിനെതിരെ ആ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ആവശ്യമായ റിപ്പോർട്ട് കൊടുക്കാമെന്നും അവർക്കത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസും KSU ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവ് വരെ അദ്ദേഹം 8 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ സ്കൂളിൽ കയറണമെന്ന് ഉത്തരവുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ആ മാനേജർ അവിടുത്തെ മുഴുവൻ അധ്യാപകരെയും അവിടുത്തെ ജീവനക്കാരെയും അതുപോലെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന സമീപനം, അവിടെ അധ്യാപകർക്ക് സ്വസ്ഥമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ പരിഹാരം കാണണമെന്ന് ഇപ്പോൾ DOയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി അതുമായി ബന്ധപ്പെട്ട നടപടിയുമായി ഇവർ മുമ്പോട്ട് പോയില്ലെങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും യൂത്ത് കോൺഗ്രസും KSUവും ഈ ഓഫീസിന് മുമ്പിൽ ശക്തമായ സമരം ആരംഭിക്കും. അതിനകത്ത് നടപടി എടുക്കുന്നവരെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ചാർജുള്ള DA മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞിരിക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ അതിനൊരു പരിഹാരം കണ്ടിരിക്കും. ഇപ്പം പോലീസ് മൊഴിയെടുത്ത് കേസ് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു അനുകൂല തീരുമാനമാണ് മുന്നോട്ട് പോകുന്നത്.